ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് റോ കോട്ടൺ മെറ്റീരിയലിൽ നെറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് അതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ സ്ലീവ് മാർക്ക് ചെയ്യാണ്. ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഞാൻ സ്ലീവ് മാർക്ക് ചെയ്തിട്ട് അത് വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ട്രേസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് ഞാൻ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. അതിന് മുന്നായിട്ട് ഞാനൊരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു പേപ്പർ കട്ടിങ് ആക്കി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ആ ഡിസൈൻ ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നത്. പേപ്പർ നീങ്ങി പോവാണ്ട് പയ്യെ വേണം നമ്മളിത് വരച്ചെടുക്കാനായിട്ട്. ചെരിഞ്ഞൊന്നും പോവരുത്. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റ് പീസാണ് ഇനി അവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 1/2 മീറ്റർ ആയിട്ടാണ് നെറ്റിൻ്റെ പീസ് മേടിക്കാൻ കിട്ടുക. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ പോർഷൻ മതി ഇത് ചെയ്യാനായിട്ട്. ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫ്രെയിമിൽ മെറ്റീരിയൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ഇതിലേക്ക് ജസ്റ്റ് പിൻ ചെയ്ത് വയ്ക്കാം. അതിനായിട്ടൊരു ചെറിയ പീസ് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മുട്ടുസൂചി വെച്ചിട്ട് ജസ്റ്റ് നല്ല ടൈറ്റായിട്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മേലേലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 14 ആണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ ലെയർ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തെ ലെയർ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. 2 ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. കാരണം ഈ മെറ്റീരിയൽ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബലത്തിലിരിക്കാൻ വേണ്ടി 2 ചെയിൻ സ്റ്റിച്ചും പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ ലോക്ക് സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആദ്യം ചെയ്ത 2 ലെയർ ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ മേലയിൽ കൂടി സിക്സാക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക ചെയ്യുന്നത്. മെറ്റീരിയൽ ലൂസ് ആവണമെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ മെറ്റീരിയൽ നല്ലതായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അടുത്തതിന് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഈ ഒരു ചെറിയ കത്രികയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് പതിയെ നമ്മൾ നെറ്റ് കട്ട് ചെയ്ത് മാറ്റാണ്. എക്സ്ട്രാ നിൽക്കുന്ന നെറ്റ് കട്ട് ചെയ്ത് മാറ്റാണ്. പിന്നെ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തല്ലോ, അതിനോട് ചേർത്ത് കട്ട് ചെയ്യാണ്ട് ഒരിത്തിരി മാറ്റി നിർത്തി വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ മെറ്റീരിയൽ ഇത്തിരി ഇരുന്നെന്ന് വെച്ച് കുഴപ്പമില്ല. നമ്മൾ ഒരു ലെയർ ബീഡ്സും കൂടി അതിൻ്റെ അപ്പുറത്ത് ചേർക്കും. അപ്പോൾ അത് ഇത്തിരി മെറ്റീരിയൽ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കോളും, വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചേർത്ത് വെട്ടാണ്ട് ചെയ്യാം. എന്നിട്ട് ഫ്രെയിം നമുക്ക് തിരിച്ചിടാം. ഇനി ഈ ഒരു ബാക്കിലുള്ള മെറ്റീരിയലും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗമാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ അത് പയ്യെ വളരെ സൂക്ഷിച്ച് മാത്രം കട്ട് ചെയ്ത് കളയുക. ആദ്യം തുടക്കം ചെയ്യുമ്പോഴൊക്കെ ഇത്തിരി പാടായിരിക്കും. പയ്യെ സമയം എടുത്ത് കട്ട് ചെയ്ത് കളയുക. ഉള്ളിൽ അതിൻ്റെ പുറത്ത് നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പോൾ അതുമ്മക്ക് ടച്ച് ചെയ്യാത്ത വിധത്തിൽ പയ്യെ വേണം നമ്മൾ അത് മുറിച്ചെടുക്കാനായിട്ട്. ഈ ഉള്ളിലെ മെറ്റീരിയലും നല്ലോണം ചേർത്ത് കട്ട് ചെയ്യാണ്ട് ഒരിത്തിരി മെറ്റീരിയൽ നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അടുത്ത് ഇനി നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് മെഹന്തി കളറിൻ്റെ ഷുഗർ ബീഡും മെഹന്തി കളറിൻ്റെ കട്ട് ബീഡും ആണ് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് അയൺ നീഡിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ നോർമൽ മെഷീൻ ത്രെഡാണ്, സെയിം കളറിലുള്ള മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്.
നമുക്ക് മെഹന്തി കളറിൻ്റെ ഷുഗർ ബീഡ് എടുത്തിട്ട് ഉള്ളിലത്തെ ഭാഗത്ത് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് പോവാം. അടുത്തത് ഇനി പുറത്തു കൂടി ഒരു ലെയർ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് ചെറുതായി നിന്ന മെറ്റീരിയലൊക്കെ ഈ ബീഡ്സിൻ്റെ അടിയിൽ പൊയ്ക്കോളും. അപ്പോൾ അതൊന്നും കാണത്തില്ല. ഞാനിവിടെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ചെയ്തിട്ടുള്ളൂ. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ട്രേസ് എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കട്ട് ബീഡും ഷുഗർ ബീഡും പിന്നെ ഞാൻ സീക്വൻസും കൂടി വെച്ചിട്ടാണ് ഇനി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ചുറ്റും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലെയർ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ റൗണ്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് സീക്വൻസും കട്ട് ബീഡും ഞാൻ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇനി പെറ്റൽസ് ചെയ്തെടുക്കാം. അതിനായിട്ട് നടുക്ക് കൂടെ തന്നെ ഒരു ലെയർ കട്ട് ബീഡ് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്ത് കൂടിയാണ് ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ പെറ്റൽസ് കുറച്ചും കൂടി പൊന്തിരിക്കുന്ന എഫക്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അങ്ങനെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന ഔട്ട്ലൈനൊക്കെ കട്ട് ബീഡ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ് വെച്ചിട്ട് തന്നെയാണ് ലീവ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സീക്വൻസും കട്ട് ബീഡും വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഓൾ ഓവർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഒരു സൈഡ് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ചെറുതായിട്ട് ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഞാനിതെല്ലാം ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ട്രേസ് എടുക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഫുൾ ഡിസൈൻ ട്രേസ് എടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. വൺ സൈഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടി ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ ഹാങ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഹാങ്സ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഫുള്ള് ഔട്ട്ഫിറ്റ് എങ്ങനെ വരും എന്നുള്ളത് അറിയണമെങ്കിൽ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഈ ഒരു പോർഷൻ എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം.